ഇതൊക്കെ വലിയ ട്രാപ്പാണ് തീർത്ത, വിട്ടുകളയുന്നതാണ് നല്ലത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വേണി പറഞ്ഞു, അതെന്താ നീ അങ്ങനെ പറയുന്നത്? മോഹൻ സാറിനെ പോലൊരാൾ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തീർത്ത ഒരു പുരികം മാത്രം ഉയർത്തി അവളെ നോക്കി. ഇരുൾ വീണതിനാൽ വേണിയുടെ മുഖഭാവം അവൾക്ക് അജ്ഞാതമായിരുന്നു. തോന്നുന്നുണ്ട്. അല്ലാതെ ഈ 3 കോടിയൊക്കെ അത്ര നിസ്സാരമായി തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? 3 കോടി നിനക്ക് തരുവാണേൽ 30 കോടിയുടെ പണി നീ ചെയ്യേണ്ടി വരും. എൻ്റെ മനസ്സ് പറയുന്നു ഇതെന്തോ പണിയാണെന്ന്. വേണി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിൻ്റെ കാരണം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? മോഹൻ സാറിൻ്റെ ചേട്ടൻ്റെ മോൻ ജാതകത്തിൽ ഒരു ദോഷമുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ആദ്യം വിവാഹം ചെയ്യുന്ന പെൺകുട്ടിയുമായി ഒന്നിച്ച് ജീവിക്കാനാവില്ല. അയാളെ സ്നേഹിക്കുന്ന പെണ്ണിന് അയാൾക്കൊപ്പം ജീവിക്കാൻ ഞാനൊരു ഹെൽപ്പ് ചെയ്യുന്നു, അത്രയുള്ളൂ. ഇത് നടന്നാൽ എൻ്റെയും ഷിവുവിൻ്റെയും ലൈഫ് സെറ്റിലാവും. ഈ തുകയുടെ 1/10% പോലും ഈ ജന്മം എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയാമല്ലോ. തീർത്ത അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതാണ് എൻ്റെ സംശയം. ഇത്രയും ചെറിയൊരു കാര്യത്തിന് അവൾ നിനക്ക് ഇത്രയും വലിയൊരു തുക ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു പുറകിൽ അതിലും വലിയ എന്തെങ്കിലും കാര്യം കാണും. എൻ്റെ അമ്മായിയുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ മോന് ജാതകത്തിൽ ഇതേപോലൊരു പ്രശ്നമുണ്ടായിരുന്നു. അന്ന് വാഴക്കല്യാണം പോലെ ഒരു ചടങ്ങ് നടത്തിയിട്ടാണ് ദോഷം മാറ്റിയത്. ഇപ്പോൾ ഏട്ടനും ഭാര്യയും കുട്ടിയുമായി സുഖമായി ജീവിക്കുന്നു. ഇങ്ങനെയൊരു പരിഹാരമുള്ളപ്പോൾ അവരെന്തിനാണ് കല്യാണം തന്നെ നടത്തണമെന്ന് വാശി പിടിക്കുന്നത്? അതും ഇത്രയും കാശ് തന്ന്. നമ്മുടെ ഓഫീസിൽ അത്രയും സ്റ്റാഫുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിന്നെ ചൂസ് ചെയ്തത്? വേണിയുടെ സംശയങ്ങൾ അവസാനിക്കുന്നില്ല. വേണി അത്രയൊക്കെ പറഞ്ഞപ്പോൾ തീർത്തയ്ക്കും സംശയങ്ങൾ തോന്നി. അപ്പോഴും ആ തുകയിൽ അവളുടെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരുന്നു. കൃത്യമായൊരു തീരുമാനമെടുക്കാനാകാതെ അവൾ പാരപ്പറ്റിൽ പിടിച്ചുകൊണ്ട് ഇരുണ്ട ആകാശത്തിലേക്ക് മിഴികൾ പായിച്ചു. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നിന്റെ അവസ്ഥ മോഹൻ സാറിന് നന്നായിട്ടറിയാം. അവരത് മുതലെടുക്കുകയാണ്. ഇനി അയാളുടെ ജാതകത്തിൽ ഭാര്യ മരിക്കുമെന്നാണെങ്കിലോ? അതുകൊണ്ടായിരിക്കും അയാളെ കാമുകി മറ്റൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വേണി സംശയത്തോടെ പറഞ്ഞു. നീയൊന്ന് പോയേ വേണി. ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറയാതെ. എനിക്ക് ജാതകത്തിലും ദോഷത്തിലുമൊന്നും ഒരു വിശ്വാസവുമില്ല. പൈസ ഉണ്ടാക്കാൻ ഈ ജ്യോത്സ്യന്മാർ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ ഇതെല്ലാം. എന്തായാലും മരിക്കും. അത് കുറച്ച് പൈസ കിട്ടിയിട്ട് മരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ ശിവുവിൻ്റെ ജീവിതമെങ്കിലും രക്ഷപ്പെടുമല്ലോ. തീർത്ത നെടുവീർപ്പിട്ടു. നിന്നോട് സംസാരിച്ചാൽ എനിക്കും കൂടി വട്ടാകും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ. അതും പറഞ്ഞുകൊണ്ട് വേണി ദേഷ്യപ്പെട്ട് താഴേക്കിറങ്ങിപ്പോയി. ഉഴറുന്ന മനസ്സുമായി തീർത്ത കുറച്ചു നേരം കൂടി അവിടെ തന്നെ നിന്നു. വേണി പറഞ്ഞതുപോലെ അത്രയും അവർ എനിക്ക് തന്ന് എന്നെ വിലക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കാര്യമുണ്ടാകും. പക്ഷേ തനിക്കിപ്പോൾ ആവശ്യം പണമാണ്. ശിവുവിൻ്റെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. പിന്നെ ഈ ജാതകവും ദോഷവും എല്ലാം വെറും പറ്റിപ്പാണെന്ന് തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിത്. മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവളും താഴേക്ക് ചെന്നു. അകത്തേക്ക് കയറിയ തീർത്ത ശിവുവിൻ്റെ കൂടെ TV കണ്ടിരിക്കുന്ന വേണിയിലയുടെ അരികിലിരുന്നെങ്കിലും അവൾ മൈൻഡ് ചെയ്തില്ല. അവൾ പിണങ്ങിയെന്ന് തീർത്തയ്ക്ക് മനസ്സിലായി. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും വേണി അവളോടൊന്നും സംസാരിക്കുന്നില്ല. തീർത്ത, ഞാൻ പറയുന്നത് നീയൊന്ന് കേൾക്ക്. മോഹൻ സാറിനോട് നിനക്ക് അതിന് പറ്റില്ലാന്ന് പറയണം. തീർത്തയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി പോവും വഴി വേണി ഒന്നുകൂടെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ശിവുവിനു വേണ്ടി അവൾ എന്ത് റിസ്ക്കും എടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് വേണിക്കിത്ര ടെൻഷൻ. വേണി, നീ ടെൻഷനാകണ്ട. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അവളുടെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് തീർത്ത അത് പറഞ്ഞപ്പോൾ അവളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു എന്ന് വേണിക്ക് മനസ്സിലായി. ദേഷ്യത്തോടെ മുഖം കുനിച്ചുകൊണ്ട് അവൾ പിന്നെയൊന്നും പറഞ്ഞില്ല. അവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ശിവനോട് മാത്രം യാത്ര പറഞ്ഞുകൊണ്ട് വേണി തിരിച്ചു പോന്നു. ഞാൻ രക്ഷപ്പെട്ടാൽ നീയും രക്ഷപ്പെടും വേണി. ഇരുളിൽ പാഞ്ഞു പോകുന്ന വേണിയെ നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു. പിന്നെ ശിവുവിൻ്റെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. മേലേടത്തെ പോർച്ചിലേക്ക് കാർ കയറ്റി അതിൽ നിന്നും ഇറങ്ങിയ മാധവ് കുറച്ച് ടെൻഷനിലായിരുന്നു. കണ്ണട മാറ്റി കണ്ണമർത്തി തിരുമ്മിക്കൊണ്ടവൻ അകത്തേക്ക് നടന്നു. ഉമ്മറത്തേക്ക് കയറിയ അവൻ സോപാനത്തിലിരുന്ന അച്ചമ്മയെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എപ്പോൾ വന്നു എൻ്റെ സുന്ദരിക്കുട്ടി? അച്ചമ്മയുടെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. വിളക്ക് വയ്ക്കുന്നതിന് മുൻപേ എത്തി. നീ എന്താ വൈകിയേ? അവൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ടവർ ചോദിച്ചു. കുറച്ച് അക്കൗണ്ട്സ് ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. മാധവ് ലാപ്ടോപ്പ് ബാഗ് തിണ്ണയിലേക്ക് വെച്ചുകൊണ്ട് അച്ചമ്മയുടെ മടിയിലേക്ക് തല ചായ്ച്ചു. എത്ര ടെൻഷനുണ്ടെങ്കിലും അച്ചമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവന് വല്ലാത്ത ആശ്വാസം തോന്നാറുണ്ടായിരുന്നു. അമ്മയേക്കാൾ അടുപ്പം അവന് അച്ചമ്മയോടാണ്. അച്ചമ്മയുടെ വിരലുകൾ നെറ്റിയിലൊഴിയുമ്പോൾ ചന്ദനം അരച്ചിട്ടതുപോലെ ഒരു തണുപ്പ് അവനിലും പടരും. മാധവ് കണ്ണുകളടച്ച് കിടന്നു. ആ, ഏട്ടൻ വന്നിട്ട് ഇവിടെ കിടക്കുകയാണോ? വല്യമ്മ ഏട്ടനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് ആദ്യം എടുത്തിരിക്കുകയാണ്. മൊബൈലും നോക്കി അങ്ങോട്ട് വന്ന ചിന്നു അച്ചമ്മയുടെ മടിയിൽ കിടക്കുന്ന മാധവനെ കണ്ട് പറഞ്ഞു. അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ എവിടെയുണ്ടെന്ന്.
അച്ചമ്മയുടെ കൈതപ്പൂ മണമുള്ള നേരിയതിൽ മുഖമമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, വല്യമ്മേ, ഏട്ടൻ ദേ അച്ചമ്മയുടെ അടുത്തുണ്ട്. തിണ്ണയിൽ കയറി തൂണും ചാരി ഇരുന്നു കൊണ്ട് ചിന്നു അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. പയ്യെ ഒച്ചയേട് ചിന്നു, ആളുകൾ കേട്ടാ എന്താ വിചാരിക്കുക? അച്ചമ്മ അവളെ ശാസിച്ചു. ഓ, മുഖം കയറ്റി പിടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞിരുന്നു. വന്നപ്പോൾ തന്നെ അച്ചമ്മയുടെ മടിയിൽ സ്ഥാനം പിടിച്ചോ. പോയി കുളിച്ചിട്ട് വാ, അത്താഴം വിളമ്പാം. തന്നേക്കാൾ കൂടുതൽ അമ്മായിയമ്മയോട് മാധവന് അടുപ്പം കാണിക്കുന്നതിൽ പാർവതിക്ക് ചെറിയ നീരസമുണ്ട്. പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായി അവരത് പ്രകടിപ്പിക്കാറുമുണ്ട്. പോയി കുളിക്ക് കണ്ണാ. പിന്നെയും മടി പിടിച്ച് കിടക്കുന്ന മാധവൻ്റെ നെറുകയിൽ തഴുകിക്കൊണ്ട് അച്ചമ്മ പറഞ്ഞപ്പോൾ മടിയോടെ അവൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കാതെ വന്ന് അത്താഴം കഴിക്കാൻ നോക്ക് പെണ്ണെ. ചിന്നുവിനെയും ശാസിച്ചുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു. എല്ലാവരും ഒന്നിച്ചാണ് അത്താഴം കഴിക്കാനിരുന്നത്. ആ സമയത്ത് മോഹൻ മാധവനെ കല്യാണക്കാര്യം എടുത്തിട്ടു. കഴിക്കുമ്പോഴെങ്കിലും സമാധാനം താ ചെറിയച്ച. ഒരല്പം നീരസം പ്രകടിപ്പിച്ച് അവൻ പറഞ്ഞു. ഇതാ അമ്മേ ഞാൻ പറഞ്ഞത്. മോഹൻ അമ്മയെ നോക്കി. എന്താ കണ്ണാ ഇത്? അച്ഛനും ചെറിയച്ഛനും പറയുന്നത് മോൻ്റെ നല്ലതിനല്ലേ? അച്ചമ്മ ചോദിച്ചു. അച്ചമ്മയ്ക്ക് ഇവരുടെ പ്ലാൻ അറിയാഞ്ഞിട്ടാണ്. ഞാൻ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. എന്നിട്ട് എൻ്റെ ജാതകദോഷം കാരണം അവൾ മരിച്ചില്ലെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയെ ഡിവോഴ്സ് ചെയ്തിട്ട് ആർദ്രയെ വിവാഹം കഴിക്കണം. ഇതൊക്കെ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? അച്ചമ്മ തന്നെ പറ. മാധവ് കഴിപ്പ് നിർത്തി കൈ കുടഞ്ഞു. എന്താ മോഹായി കേൾക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുന്നു. നിനക്കും ഒരു പെൺകുഞ്ഞുള്ളതല്ലേ? അച്ചമ്മ ദേഷ്യത്തോടെ അയാളെ നോക്കി. പിന്നെ ഇവൻ്റെ ദോഷം തീരാൻ എന്താ ചെയ്യണ്ടേ? നമ്മുടെ കാലം കഴിഞ്ഞാൽ ഇവൻ ഒറ്റയ്ക്കായി പോവാതിരിക്കാനും മേലെടുത്തെ വംശം തുടരാനും വേണ്ടിയാ ഞാൻ ഈ പറയുന്നതെല്ലാം. പിന്നെ ആർദ്ര, ആ പെൺകൊച്ച് ഒരു പാവമാ അമ്മ. അതിന് ഇവനെന്ന് വെച്ചാൽ ജീവനാ. മോഹൻ സങ്കടം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ അത്ര ജീവനാണെങ്കിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്കൊപ്പം ജീവിച്ചു മരിക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ എന്നെ വേറെ കെട്ടിച്ച് ആ പെൺകുട്ടി മരിച്ച് പിന്നെ ആർദ്രയെ രണ്ടാമത് കെട്ടി എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത്? അല്ല, ഇതിനൊക്കെ കൂട്ടു നിൽക്കാൻ ഏത് പെൺകുട്ടിയാ തയ്യാറാവുക? സ്വന്തം ജീവൻ വെച്ച് കളിക്കാൻ ആരാ തയ്യാറാവുക? മാധവ് പരിഹാസത്തോടെ ചോദിച്ചു. അച്ചമ്മയ്ക്കും അത് ശരിയാണെന്ന് തോന്നി. എങ്കിലും മാധവിന് നല്ലൊരു ജീവിതമുണ്ടായി കാണണമെന്ന് അവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. എല്ലാവരോടുമായി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ ഉണ്ടാകും. അതിപ്പോൾ അവൾ മരിച്ചാൽ പോലും. അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ താലി ചാർത്തില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി.